അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്ന ഒരു കിടുക്കാച്ച റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കട്ട്ലറ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ? അതിനായി ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 100 ഗ്രാം സോയാബീൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് തിളപ്പിച്ച വെള്ളമാണ്. അതും കൂടി നമുക്ക് ഒഴിച്ച് ഒരു 15 മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഇതൊരു കൊച്ചു വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ ഒരു 15 മിനിറ്റ് എടുക്കുമല്ലോ. അപ്പോഴത്തേക്ക് നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 10 ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് 4ആയിട്ട് മുറിച്ച് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച സോയാബീൻ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സോയാബീനിൽ ഒട്ടും വെള്ളമില്ലാത്ത വിധം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഈ സോയാബീൻ പിഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമ്മൾ പിഴിയണം. നമ്മൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. നമ്മുടെ സോയാബീൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും, ഒരു നനവ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഉരുള പിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കണം. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് ഇട്ട് അതൊന്ന് അടിച്ചെടുത്ത് വരാം. അങ്ങനെ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മളിത് പൊടിച്ചെടുത്ത ബ്രെഡാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാളയാണ്. കുനുകുന അരിഞ്ഞ ഒരു സവാളയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റംസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പൊടി ഐറ്റംസിലേക്കാണ് കിടക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടി ഐറ്റംസാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കണേ. ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഞെക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തായിരുന്നു. അപ്പോഴത്തേക്ക് വീഡിയോ കട്ടായിപ്പോയി. നിങ്ങളെല്ലാവരും അതൊന്ന് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു പാകത്തിനാവുന്ന വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ടൊരു പാകത്തിനനുസരിച്ച്, വെള്ളമില്ലാതെ നമ്മൾ ഇത്രയും നേരം കുഴച്ചെടുത്തത്, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബൗൾസ് ആക്കാം. ബൗൾസ് ആക്കിയ ശേഷം നമ്മുടെ കൈപ്പത്തിയിൽ വെച്ച് നന്നായിട്ടൊരു കട്ട്ലറ്റിൻ്റെ മോഡൽ പരത്തിയെടുക്കാം. അങ്ങനെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ 2 മുട്ട ബീറ്റ് ചെയ്ത് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച ബ്രെഡിൻ്റെ സൈഡ് പൊടിച്ചതുമാണ്. അതാണ് നമ്മൾ ഇനി അടുത്ത 2 ഇൻഗ്രീഡിയൻസ്. വേണമെങ്കിൽ നമുക്ക് ഓട്സോ റസ്കോ പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം. ഇനി നമ്മളൊരു ഒരു ഇരുമ്പേട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മുട്ടയ്ക്കകത്തൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ, അതിലും കൂടി ഡിപ്പ് ചെയ്ത് നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കണേ. അപ്പോൾ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫിൻ്റെയും വെജിറ്റബിളിൻ്റെയും കട്ട്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി കട്ട്ലറ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വേറെ കട്ട്ലറ്റിനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇതുപോലുള്ള തകർപ്പൻ കിടുക്കാച്ച വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും.